ശ്രീ RS ശശികുമാർ, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. KK രാമചന്ദ്രൻ മുൻ MLA മകൻ R പ്രശാന്തിന്റെ നിയമനം ഇപ്പോൾ സുപ്രീം കോടതിയും റദ്ദാക്കിയിരിക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗത്തിനോട് അനുബന്ധമായി ഉള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ മകന് നിയമനം കൊടുത്തത്. കാരണം ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഘട്ടങ്ങൾ തള്ളാനും ദുരിതാശ്വാസ നിധി നൽകാനും അതിനോടൊപ്പം തന്നെ രാമചന്ദ്രൻ നായരുടെ മകന് അദ്ദേഹത്തിന്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി കൊടുക്കാനാണ് 2018 ക്യാബിനറ്റ് തീരുമാനിച്ചത്. അപ്പോൾ തന്നെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗം ലോകായുക്തയിൽ പോയപ്പോൾ അതിനോടൊപ്പം ഇക്കാര്യം പറഞ്ഞിരുന്നെങ്കിലും ലോകായുക്തയുടെ പരിധിയിൽ വരുന്നില്ല എന്ന് പറഞ്ഞാണ് ഹൈക്കോടതിയിലേക്ക് പോയത്. കാര്യം പറയട്ടെ, ലയൺ ഹാർനസ് സ്കീമിൽ ജോലി കൊടുക്കാൻ കഴിയുന്നത് സർക്കാർ ജീവനക്കാർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള നിയമമുണ്ട്. 2 വർഷം അല്ലെങ്കിൽ 4 വർഷം MLA ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ മരിച്ചാൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ജോലി കൊടുക്കാനുള്ള നിയമം നമ്മുടെ സർവീസിലില്ല. അപ്പോൾ ഇത് കാണിച്ചിരിക്കുന്ന ഒരു അഴിമതിയാണ്. മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ മകൻ എഞ്ചിനീയറിംഗ് പാസ്സായി നിൽക്കുന്നു. അയാൾ അസിസ്റ്റന്റ് എഞ്ചിനീയറെ നിയമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള നിന്ന് വരുന്ന ഒരു എന്റെ ജോലി അവസരമാണ് നഷ്ടപ്പെട്ടത്. ഇവിടെ MTechഉം എഞ്ചിനീയറിംഗ് PhD ഉള്ളവര് ഇല്ലാതെ നടക്കുമ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആക്കുന്നു. മറ്റൊന്ന്, സ്കീമിൽ KSR പറയുന്നത് ഒരു മരണപ്പെട്ട ഒരു ജീവനക്കാരന്റെ പാർട്ടിന് ജോലി കൊടുത്താൽ തന്നെ താഴത്തെ റാങ്കിലേക്ക് കൊടുക്കുള്ളൂ. ക്ലാർക്കായിട്ട്, വർക്ക് സൂപ്പറായിട്ട്, പ്യൂണായിട്ടുള്ള ഡ്രൈവറായിട്ടുള്ള ജോലിയാണ് കൊടുക്കുന്നത്. ഗസറ്റഡ് പോസ്റ്റ് കൊടുക്കാറില്ല. ആ പോസ്റ്റിലേക്ക് വിരുദ്ധമായിട്ട് MLA മകൻ കൊടുക്കുകയെന്ന് വെച്ചാൽ ഇത് തീർച്ചയായിട്ടും പ്രതിപക്ഷഭാഗമാണ്, അഴിമതിയാണ്. ശരിയാണ്. താങ്കളുടെ നിരീക്ഷണം വളരെ കൃത്യമാണ്. ടെലിഫോൺ അതിന് ചെറിയ തകരാറുള്ളതുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം അടുത്ത ഘട്ടത്തിലേക്ക് മാറ്റേണ്ടതുണ്ട്. ശ്രീ RS